ഗ്ലാമി ഗംഗയാണ് വിഷയം. അപ്പോൾ ഈ ഒരു ഗ്ലാമി ഗംഗയുടെ ഈ ഒരു ചാനൽ ഞാൻ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളല്ല. ഞാനത് ഇങ്ങനെ റാൻഡുമായിട്ടൊക്കെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ പുള്ളിക്കാരിയുടെ ഓരോ വീഡിയോസ് വരുമ്പോൾ ഇരുന്ന് കാണാറുണ്ടെന്നല്ലാണ്ട് ഞാൻ എല്ലാ വീഡിയോസും ഇരുന്ന് കാണുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ ഈ പുള്ളിക്കാരിയുടെ ഓരോ ഇൻ്റർവ്യൂകളും അതൊക്കെ ഞാൻ ഇങ്ങനെ കുത്തിയിരുന്ന് കാണാറുണ്ട്. കാര്യം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം പുള്ളിക്കാരിയുടെ ആ ഒരു ലൈഫ് സ്റ്റോറിയും പുള്ളിക്കാരി എങ്ങനെയാണ് പുള്ളി ആ സ്ട്രഗിൾ എല്ലാം കടന്ന് പുള്ളിക്കാരി ഇങ്ങനെ വന്നത്, പുള്ളിക്കാരിയുടെ ലൈഫിനകത്ത് ഉണ്ടായ കാര്യങ്ങളും അച്ഛനുമായിട്ടുണ്ടായ കാര്യങ്ങളും അമ്മേനെ എങ്ങനെയാണ് അച്ഛൻ ഉപദ്രവിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം നമുക്ക് ഭയങ്കര മോട്ടിവേഷനാണ്. കാര്യം അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നിന്ന് ഒരാൾ വളർന്നു വന്ന് യൂട്യൂബിനകത്ത് ഇത്രയും സക്സസ് ആയിട്ട് നിൽക്കണമെങ്കിൽ അതൊരു നല്ലൊരു കാര്യമാണ്. പിന്നെ പുള്ളിക്കാരിയുടെ വീഡിയോസ് ഒരു നല്ലൊരു എന്താ പറയുക, നല്ലൊരു നിഷ്കളങ്കത്വമുള്ളൊരു വീഡിയോകൾ പോലെ എനിക്ക് തോന്നാറുണ്ട് പുള്ളിക്കാരിയുടെ വീഡിയോ കാണുമ്പോഴത്തേക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ കാണാനായിട്ട് ഇഷ്ടമാണ്. പക്ഷേ ഞാൻ റെഗുലറായിട്ട് ഈ മേക്കപ്പ് റിലേറ്റഡ് ആയതുകൊണ്ട് അതേപോലെയുള്ള വീഡിയോകൾ ഞാൻ അധികം കാണാത്തതുകൊണ്ട് അങ്ങനെ റെഗുലറായിട്ട് കാണാറില്ല എന്ന് മാത്രം. അപ്പോൾ ഈ പുള്ളിക്കാരിയുടെ ഒരു വീഡിയോ ഇപ്പം നമ്മുടെ അതായത് ഈ ഒരു ഇൻ്റർവ്യൂ നമ്മുടെ ധന്യ ഐ ആം വിത്ത് ധന്യ എന്ന് പറഞ്ഞ ചാനലിനകത്ത് വന്നിട്ടുണ്ടായി. അപ്പോൾ ഈ ഐ ആം വിത്ത് ധന്യനകത്ത് ആ ധന്യ ചേച്ചിയുടെ വീഡിയോകളും നല്ല രസമാണ് കാണാൻ. ഓരോ ഇൻ്റർവ്യൂകളും നല്ല, അതായത് ഒരു ഒരു ഇൻ്റർവ്യൂ എങ്ങനെ വേണം, അതായത് ഒരു ഇപ്പം നമ്മൾ ഓരോ ഇൻ്റർവ്യൂകളൊക്കെ കാണാറുണ്ടല്ലോ, ഓരോ ചളിയൊക്കെ അടിച്ചിട്ടുള്ള അതേപോലുള്ള ഇൻ്റർവ്യൂ ഒന്നുമല്ല, നല്ല പെർഫെക്റ്റ് ഇൻ്റർവ്യൂ എങ്ങനെയാണെന്ന് ആ ധന്യ ചേച്ചിയുടെ ഇൻ്റർവ്യൂ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ആ ഒരു ഇൻ്റർവ്യൂ ഒന്ന് കണ്ടുനോക്കാം, ഈ ഗ്ലാമി ഗംഗയുടെ ഇൻ്റർവ്യൂ ഒന്ന് കണ്ടുനോക്കാം. ആദ്യമൊക്കെ ഭയങ്കര എനിക്കൊന്നും പറഞ്ഞ് കുറച്ച് ആൾക്കാർ, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ്, ആ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ മാത്രമുള്ള ഒരാളാണ്. എപ്പോഴും കുറച്ച് ടൈപ്പ് ഓഫ് ആൾക്കാരുടെ അടുത്ത് ഞാൻ എപ്പോഴും ഹാർഷായിട്ട് പെരുമാറുന്ന ഒരാളായിരുന്നു. ഒരു ടൈമിൽ ടീനേജ് ടൈമിലൊക്കെ ഞാൻ എപ്പോഴും ഭയങ്കര ഹാർഷായിരുന്നു എല്ലാവരുടെ അടുത്തും. എസ്പെഷ്യലി ആണുങ്ങളുടെ അടുത്ത് എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള ഒരു കാറ്റഗറിയിലുള്ള ഒരാളായിരുന്നു ഞാൻ എപ്പോഴും എൻ്റെ അച്ഛനെ ഞാൻ പലരിലും കാണുന്നു എന്നുള്ള രീതിയിൽ ഞാൻ തന്നെ അങ്ങനെ ഇത് വിചാരിച്ചിട്ട് എനിക്ക് മറ്റുള്ളവരുടെ അടുത്തൊക്കെ ദേഷ്യമായിരുന്നു. ഓക്കെ, അപ്പൊ ഗംഗയുടെ ഒരു ട്രോമയാണ് ഈ അച്ഛൻ എന്ന് പറയുന്ന ഒരു സാധനം. ഗംഗയുടെ ഒരു ട്രോമയാണ്. അപ്പൊ അത്രയും ഒരു ഉപദ്രവിച്ച ഒരാളായതുകൊണ്ട്, അത്രയും ഒരു ആംബിയൻസ് വീട്ടിനകത്ത് ഉണ്ടാക്കിയ ഒരാളായതുകൊണ്ട് ആ ഒരാളെയാണ് പുള്ളിക്കാരി ഓരോ ആണുങ്ങളെ കാണുമ്പോഴും പുള്ളിക്കാരിയുടെ അച്ഛനെയാണ് ഓർമ്മ വരുന്നത് എന്നുള്ളൊരു സ്റ്റേജ് ഉണ്ടായി എന്നാണ് പറയുന്നത് ഇതിനകത്ത്. അപ്പൊ അങ്ങനെയൊക്കെ ഒരാൾക്ക് അത്രയും ഒരു ട്രോമ കൊടുത്ത ഒരു മനുഷ്യനാണ് ഈ പുള്ളിക്കാരിയുടെ അച്ഛൻ എന്ന് പറയുന്നത്. എനിക്ക് ഓർമ്മയെന്ന് പറയുന്നത്, ഞാൻ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എനിക്കിപ്പോഴും എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ ആ ഒരു സീൻ ഓർമ്മയുണ്ട്. എൻ്റെ അമ്മയുടെ മൂക്കിൽ ഒരു വലിയ തടിക്കഷ്ണം എടുത്തിട്ട് അച്ഛൻ ഈ മൂക്കിലും കണ്ണിലൊക്കെ അടിച്ചിട്ട് അമ്മയുടെ മൂക്കിൽ നിന്നും വായിന്നും കണ്ണൊക്കെ ഇങ്ങനെ ഇവിടെ ചതഞ്ഞ് അമ്മയുടെ മൂക്കിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം അമ്മ തറയിൽ കിടന്നിട്ട് അമ്മ പെടയുന്നുണ്ട്. അപ്പം അതാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പം എനിക്ക് അറിയാമെന്ന് വെച്ചാൽ എല്ലാ ഫാമിലിയിലും പ്രശ്നം ഉണ്ടാവും, ഭർത്താവ് ഭാര്യ എടുത്തിട്ട് അടിക്കും, അത് കോമൺ. കാരണം എൻ്റെ അന്ന് ആ 4ാം ക്ലാസ് വരെയോ 3ാം ക്ലാസ് വരെയോ വിചാരിച്ച അങ്ങനെയാണ് എല്ലാ ഫാമിലിയും. പക്ഷെ എനിക്ക് അബ്നോർമലായിട്ട് തുടങ്ങിയത് ഈ അച്ഛൻ അമ്മ ഉപദ്രവിച്ച് അമ്മയുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് അന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്ന, അത്രയും വയലൻ്റ് ആയിട്ട് കാണുന്ന അപ്പോഴാണ്. അതിനുശേഷം പിന്നെ ഞാൻ കാണുന്ന ഇതാണ്, എപ്പോഴും ഉപദ്രവമാണ്, അടിക്കും എപ്പോഴും. പിന്നെ ഇപ്പം ഞാൻ വിചാരിച്ചു അമ്മയെ മാത്രമേ അടിക്കുന്നുള്ളൂ. പിന്നെ ഇപ്പം എന്നെ അനിയത്തി ഉപദ്രവിക്കാൻ തുടങ്ങി. അതാണ് അനിയത്തി ഉപദ്രവിക്കും. അനിയത്തിക്ക് എത്ര വയസ്സുണ്ട്? അനിയത്തിക്ക് എന്നെക്കാളും ഒരു ഗൗരി 1.5 വയസ്സിന് ഇളയത്. പിന്നെ എന്താ പറയാ, ഞങ്ങളെ വീടിന് പുറത്ത് വെളിയിട്ട് കഥ അടയ്ക്കും പുള്ളിക്കാരെ മഴയാകുമ്പോഴത്തേക്ക്. അപ്പം ഞങ്ങൾ നല്ല ഉള്ളിലോട്ടാണ്, നല്ല കാട് ഏരിയയിലാണ് താമസിക്കുന്നത്. അപ്പോഴത്തേക്ക് പന്നി ഇറങ്ങുന്ന ടൈമുണ്ട്, കാട്ടുപന്നി ഉണ്ടല്ലോ, അത് ഇറങ്ങുന്ന ടൈം. ആ ടൈമിൽ ഞങ്ങളെ വെളിയിട്ട് കതവടച്ചിട്ട് ഞങ്ങൾ മഴയത്ത് നിൽക്കും. ഞങ്ങൾ ആ വീടിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ഒളിച്ച് നിൽക്കണമെന്ന് കണ്ടാൽ ഞങ്ങളെ കല്ലെറിയും, ദൂരെ പോകാൻ വേണ്ടിയിട്ട് കല്ലെറിയും. അങ്ങനെയൊക്കെ ഉള്ള ഒരു ക്യാരക്ടറുള്ള ഒരാളാണ് എൻ്റെ അച്ഛൻ. ഞാൻ അങ്ങനെ എന്താ, എനിക്ക് ഭയങ്കര ട്രോമയുണ്ട് എൻ്റെ ചൈൽഡ്ഹുഡിനെ കുറിച്ച് ആലോചിക്കുമ്പോഴേക്കും. ഇയാളേക്ക് എങ്ങനെയാണ് ഒരു അച്ഛൻ എന്ന് തന്നെ പറയാൻ പറ്റണത്? അതായത് ഒരു മോളുടെ അമ്മേനെയും അതായത് അവരുടെ അനിയത്തിനെയൊക്കെ വീടിൻ്റെ പുറത്തിട്ട്, അതായത് ഈ പന്നിയൊക്കെ ഇറങ്ങുന്ന സമയത്ത് വീടിൻ്റെ ഈ കാട്ടുപന്നി അതേപോലെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ വീടിൻ്റെ പുറത്താക്കി വാതിലടച്ചിട്ട് അവരെവിടെയെങ്കിലും പോയി ഒളിച്ചിട്ടുണ്ടെങ്കിൽ കല്ലെറിയുമെന്ന്. ഒരച്ഛനാണത് ചെയ്യണേന്ന് ആലോചിക്കണേ, കല്ലെറിയുമെന്ന്. എന്നിട്ട് കല്ലെറിഞ്ഞിട്ട് അത്രയും എൻ്റെ പൊന്നു, അങ്ങനെ ഒരു ആംബിയൻസിനകത്തൊക്കെ എങ്ങനെയാണ് ഒരാൾ ജീവിക്കണേന്ന് തന്നെ. അതായത് പിന്നെ അവരെ അമ്മയുടെ മൂക്കിടിച്ച് ചതച്ച് കണ്ണൊക്കെ ഇടിച്ച് ചതച്ച് ആലോചിക്കാൻ തന്നെ പറ്റുള്ളൂ. അത്ര ഞാൻ എപ്പോഴും അമ്മയടുത്ത് പറയും നമുക്ക് ഇവിടെ നിന്ന് പോവാം, ഒന്നെങ്കിൽ അമ്മയെ കൊല്ലും അല്ലെങ്കിൽ ഞങ്ങളെ കൊല്ലും, നമുക്ക് ഇവിടെ നിന്ന് പോകാം, നമുക്ക് ഇവിടെ നിൽക്കേണ്ടെന്ന് പറയും. അപ്പം അമ്മ നമ്മളെവിടെ പോകാം, നമുക്ക് വീടില്ല, നമുക്ക് എവിടെ പോവും എന്ന് അമ്മ ചോദിക്കും. ആക്ച്വലി ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയില്ല, കാരണം എല്ലാവരും ഫാമിലിയായിട്ട് ജീവിക്കുകയാണ്. അപ്പം പണ്ടത്തെ ഉള്ള ഒരാൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, കല്യാണം കഴിച്ച് പെങ്കൊച്ചിനെ പറഞ്ഞു വിട്ടാൽ പിന്നെ അവർക്കൊരു ബാധ്യതയില്ല,
അവർക്കറിയണ്ട. ഞങ്ങൾ സത്യമില്ല, ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് കിടന്നപ്പോൾ ഒരു റിലേറ്റീവ് പോലും ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് നീ വാ ഞങ്ങൾ നോക്കിക്കോളാം, അല്ലെങ്കിൽ ആ കൊച്ചുങ്ങളെ ഞങ്ങൾ പഠിപ്പിച്ചു. ഇഷ്ടം പോലെ നല്ല റിച്ച് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് ഞങ്ങളെ ഫാമിലിയിൽ. പക്ഷെ ഒരാൾ പോലും ഞങ്ങളെ സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കാന്നൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ അമ്മ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതാണ്. ഇവിടെ ഞാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ അമ്മയുടെ കഷ്ടപ്പാടാണ്. ഓണമൊക്കെ ആകുമ്പോൾ ആഗ്രഹിക്കും ഒരു ജോഡി ഡ്രസ്സ്, അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിലിടാൻ ഒരു ജോഡി ഡ്രസ്സ് ആരെങ്കിലും കൊണ്ട് തന്നിരുന്നെങ്കിൽ, ഇല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഇന്നാസെങ്കിലും കൊണ്ട് തന്നിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒരാൾ പോലും കൊണ്ട് തന്നിട്ടില്ല. ഇപ്പോഴും നമ്മൾ കാണുന്ന പല വീട്ടുകളിലും, അതായത് ഇപ്പം നമ്മൾ കുറേ കേസുകൾ ഈ അടുത്ത് കണ്ടായിരുന്നു. അതായത് ഡൗറിയുടെ പേരിലൊക്കെ ആത്മഹത്യ ചെയ്യണ കുറേ സംഭവങ്ങൾ നമ്മൾ ഈ അടുത്ത് കണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഈ പെൺമക്കളെയൊക്കെ കല്യാണം കഴിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക്, അതായത് ഈ വീട്ടുകാരുടെ കാര്യമാണ് പറയണത്, ഞങ്ങൾക്ക് അവരുടെ കാര്യത്തിൽ ഒരു ഇതുമില്ല. അതായത് പിന്നെ ഭർത്താവായി അവരായി അവരുടെ പ്രശ്നങ്ങളായി അങ്ങനത്തെ ഒരു മൈൻഡുള്ള കുറേ വീട്ടുകാർ ഇപ്പോഴും ഉണ്ട്. അപ്പം ആ ഒരു ഇതിൻ്റെയൊക്കെ ഒരു അത് വേറൊരു സൈഡാണ് ഈ പുള്ളിക്കാരി പറയുന്നത്. അപ്പോൾ അങ്ങനെ വിട്ട് കഴിഞ്ഞിട്ട് അവർക്ക് അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ഈ അമ്മയുടെ വീട്ടുകാരെ കോണ്ടാക്ട് ചെയ്യുമ്പോഴും അവർക്ക് അവരുടെ ഫാമിലി, അവരുടെ തിരക്കുകൾ, ഇവരുടെ കാര്യം ഒന്നും മൈൻഡ് ചെയ്യാനായിട്ട് അവർക്ക് സമയമില്ല. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥേനകത്ത് കൂടെയാണ് ഈ പുള്ളിക്കാരി പോയതെന്നാണ് പറയുന്നത്. പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്, കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ പറഞ്ഞില്ലേ ഈ മൂക്കിടിച്ച് ആ ഒരു സംഭവത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാണ് അച്ഛനെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ വിട്ടിട്ടുണ്ടായിരുന്നു. ഡി അഡിക്ഷൻ സെൻറ്റർ വിട്ടിട്ട് പുള്ളിക്കാരി 6 മാസം കുടിച്ചിട്ടില്ല. അന്ന് ഞങ്ങളുടെ ലൈഫിൽ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സമയമാണ്. പക്ഷെ ആ സമയത്ത് പുള്ളിക്കാരൻ ഞങ്ങൾക്ക് ചിരിച്ച് സംസാരിക്കുകയും സ്നേഹിക്കുകയും ഒന്നുമില്ല. എപ്പോഴും മുഖം അങ്ങനെ ഒരു ചിരിച്ച് സംസാരിക്കുന്ന ക്യാരക്ടറല്ല. ഞാൻ ചിരിക്കാൻ കണ്ടിട്ടുണ്ട് പുള്ളിക്കാരൻ്റെ ഫ്രണ്ട്സിൻ്റെ അവിടെയൊക്കെ ഇരിക്കും ഞാൻ ചിരിക്കണം. അപ്പം ഞാൻ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കിയിട്ടുണ്ട്, അയ്യോ ഈ മനുഷ്യന് ചിരിക്കാൻ അറിയാമല്ലോ, ഞങ്ങളുടെ തിന്നേ വരെ ചിരിച്ച് സംസാരിച്ചിട്ടില്ല. അപ്പം ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയി 6 മാസം കഴിഞ്ഞപ്പം എഗെയിൻ പുള്ളി കൂടി തുടങ്ങി. എഗെയിൻ തുടങ്ങിയപ്പോൾ പിന്നെയാണ് ഒട്ടും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത വയലൻസ് ആയത്. ഞങ്ങൾക്ക് ഫുഡ് ഇല്ലാതായി, ഞങ്ങൾക്ക് ഡ്രസ്സ് ഇല്ലാതായി. മുമ്പ് ദിവസം അമ്മയ്ക്ക് 50 രൂപയൊക്കെ കൊടുക്കുമായിരുന്നു. അന്നത്തെ 50 രൂപയൊക്കെ കൊടുക്കുമായിരുന്നു. മീൻ വാങ്ങാനും സാധനങ്ങൾ വാങ്ങാനും ഒക്കെ 50 രൂപയൊക്കെ കൊടുക്കാനും. പിന്നെ ഒട്ടും പൈസ കൊടുക്കാതായി. പക്ഷെ പൈസ കൊടുത്തില്ലെങ്കിലും പുള്ളിക്കാരൻ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ പുള്ളിക്കാരൻ ഫുഡ് വേണം. അതെൻ്റെ അമ്മ ഉണ്ടാക്കി വെച്ചേക്കണം. എൻ്റെ അമ്മ അരിയില്ല ഫുഡില്ല എന്ന് പറഞ്ഞാൽ അപ്പം അവിടെ അടിയും പ്രശ്നമാണ്. ഈ ഭർത്താവ് മാത്രമാണ് ജോലിക്ക് പോകുന്നത്. ഭർത്താവ് മാത്രം ജോലിക്ക് പോയി കഴിഞ്ഞിട്ട് ഈ പുള്ളിക്കാരൻ വീട്ടിലേക്ക് ചില സമയത്തൊന്നും കൊടുക്കുകയില്ല. എന്നിട്ട് ഇവർ വീട്ടിൽ വരുമ്പോഴത്തേ, അതായത് ഈ ഭർത്താവ് വീട്ടിൽ വരുമ്പോഴത്തേക്കും വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അതിൻ്റെ പേരും പറഞ്ഞിട്ട് അടിക്കുന്നു. ഇത്രയും ഒരു അതേപോലെ ഈ പുള്ളിക്കാരി പറയുന്നുണ്ട് ഈ ഇൻ്റർവ്യൂവിനകത്ത് തന്നെ, പുള്ളിക്കാരിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അച്ഛനെ ആയിരുന്നു ഒരു സമയത്ത്. പക്ഷേ ഈ അച്ഛൻ്റെ ഭാഗത്തു നിന്ന് ഇത്രയും രീതിക്കുള്ള ഒരു ഉപദ്രവവും കാര്യങ്ങളൊക്കെ സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പിന്നെ അച്ഛനെ വെറുക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നത്. എൻ്റെ പുള്ളിക്കാരൻ ട്യൂഷൻ ഉണ്ടാക്കി തിരിച്ചു. ഞാൻ ഒന്നും കഴിക്കാതെയാണ് പോയത്. കഴിക്കാതെ പോയി ഞാൻ വീടെത്തി. ഞാൻ വീട്ടിൽ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പം ഞാൻ രാവിലെ 6 മണിക്ക് പോയിട്ട് ഞങ്ങൾ തിരിച്ചെത്തിയപ്പോൾ 11 മണിയായി. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചപ്പം പുള്ളിക്കാരൻ നോക്കിയപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പുള്ളിക്കാരൻ പകുതി വഴിയിൽ വെച്ച് പുള്ളിക്കാരൻ്റെ കയ്യിലിരുന്ന് സഞ്ചി അവിടെ വെച്ച് എന്നിട്ട് പറഞ്ഞ് ഇത് വന്നെടുത്തു. ഞാൻ കഴിച്ചിട്ട് വന്നെടുക്കാം, കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ, കഴിച്ചിട്ട് വന്നെടുക്കാമെന്ന് പറഞ്ഞു. അതിന് ഞാൻ കഴിച്ചിട്ട് വന്നെടുക്കാമെന്ന് പറഞ്ഞതിന് ഒരു കമ്പെടുത്തിട്ട് എന്നെ കുറേ അടിയടിച്ച്. അന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞങ്ങളെ ഇട്ട് ജീവിക്കണേക്കാളും ഞങ്ങളെ കൊല്ലണയാണ് നല്ലത്, നന്നായിട്ട് നോക്കാനും പറ്റില്ല, അതിനേക്കാളും ഞങ്ങളെ കൊല്ലണയാണ് നല്ലതെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു സത്യം, ഞാൻ ഇങ്ങനെ ജീവിക്കണേക്കാളും നല്ലത് മരിക്കുന്നതാണെന്ന് പറഞ്ഞ ഉടനെ പുള്ളിക്കാരൻ റൂമിൽ അമ്മയുടെ സാരി എടുത്ത് എനിക്ക് കുരുക്കിട്ടെന്ന് മരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കയറി. കാരണം അച്ഛൻ തന്നെ കുരുക്കിട്ടിട്ട് ചാവ്, നീ ജീവിക്കണ്ട, മരിക്കുമെന്നും പറഞ്ഞ് നിന്നപ്പം ഞാൻ കയറി. ഞാനിങ്ങനെ കുരുക്കിട്ടിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ച് നിന്ന്. അച്ഛൻ തന്നെ കുരുക്കിട്ട് കൊടുത്തു മോക്ക് മരിക്കാനായിട്ട്. അപ്പം അത്രയും ഒരു ലെവലിനകത്തുള്ള ഒരു അച്ഛനാണ്. എന്നിട്ട് ആ ഒരു കുരുക്കിനകത്ത് നിന്ന് പുള്ളിക്കാരി ആലോചിച്ച് നോക്കി, അതായത് എങ്ങനെയാണ് ഞാനിപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മയും അനിയത്തി ഒറ്റയ്ക്കാണെന്നുള്ള രീതിക്കൊക്കെ ആലോചിച്ചിട്ടൊക്കെയാണ് പിന്നെ പുള്ളിക്കാരി മരിക്കേണ്ടവളല്ല എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി വന്നതെന്ന്. അപ്പം അത്രയും ഒരു അവസ്ഥയെ കൂടെയാണ് ഈ പുള്ളിക്കാരി കടന്നു വന്നതെന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു പുള്ളിക്കാരി ഇപ്പം ഇത് തുറന്ന് പറഞ്ഞ്, പക്ഷെ പലരും ചെയ്യാത്തൊരു കാര്യമാണ് ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും തുറന്ന് പറയൂല. അതായത് പബ്ലിക്കിന് മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് എന്ത് വിചാരിക്കും, അതായത് ബാക്കിയുള്ളവർ ഞങ്ങളെ ഇങ്ങനെയാണെന്ന്, ഞങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതായത് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയേണ്ട കാര്യങ്ങളാണ്. അതായത് നമ്മളിതൊന്നും സഹിച്ച് നിൽക്കേണ്ട കാര്യമില്ല. നമ്മളിതൊക്കെ പബ്ലിക്കിനോട് പറയണം.
ചില കാര്യങ്ങൾ നമ്മൾ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ വീട്ടിൽ നടക്കുന്ന വേറെ ചില പ്രശ്നങ്ങൾ നമ്മൾ പറയാൻ പാടില്ല. പക്ഷെ ഇതേപോലുള്ള അതായത് നമ്മൾ ഉപദ്രവിച്ചും നമ്മളെ ഒരുമാതിരി ഇപ്പോൾ ഈ പുള്ളിക്കാരി പറഞ്ഞ വെച്ച് നോക്കണമെങ്കിൽ ഈ അച്ഛൻ എന്ന് പറയുന്ന ആൾ ഒരു സാഡിസ്റ്റിക് ആയിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ്. അപ്പം അത്രയും ഒരു രീതിക്കുള്ള ഒരാളെ നമ്മൾ സഹിച്ചിട്ടുണ്ട് ഒരു കാര്യമില്ല, നമ്മളത് പബ്ലിക്കിനോട് പറയുക തന്നെ വേണം. അപ്പോൾ ഈ പുള്ളിക്കാരി ചെയ്തത് കറക്റ്റ് കാര്യമാണ്, പബ്ലിക്കിനോട് പറഞ്ഞ് അതിനെനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട് ഈ ഗ്ലാമി ഗംഗ എന്ന് പറഞ്ഞ പുള്ളിക്കാരനോട്. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ മാക്സിമം എല്ലാവരും ഒന്ന് മുഴുവൻ കാണാൻ ശ്രമിക്കുക കേട്ടോ. ഇതിൻ്റെ പാർട്ട് 1 ആണ് ഇപ്പോൾ വന്നേക്കുന്നത്, 18 മിനിറ്റോളം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വരാൻ സാധ്യതയുണ്ട്. അതും എന്തായാലും പാർട്ട് 2ലും കുറേ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു, അതിൻ്റെ പ്രിവ്യൂ കണ്ടപ്പോഴത്തേക്കും തോന്നി. അപ്പോൾ എന്തായാലും എനിക്ക് ഇത്ര തന്നെ ഈ വീഡിയോനകത്ത് പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ, സീ യു.